വെളിപ്പാട് ദിവസം 5-ാം അധ്യായം 2-ാമത്തെ വാക്യമാണ് ഇന്ന് നമ്മൾ പഠനത്തിന് വിധേയമാക്കുന്നത്. ആ വാക്യം വായിക്കുന്നു: ആ പുസ്തകം തുറപ്പാനും അതിൻ്റെ മുദ്ര പൊട്ടിപ്പാനും യോഗ്യനാരുള്ളൂ എന്ന് അത്യുച്ചത്തിൽ ഘോഷിക്കുന്ന ശക്തനായൊരു ദൂതനെയും കണ്ടു. ഇന്നലെ നമ്മൾ 7 മുദ്രയാൽ മുദ്രയിടപ്പെട്ട പുസ്തകത്തെക്കുറിച്ചാണ് ചിന്തിച്ചത്. പ്രാചീന കാലത്ത് നിലനിന്നിരുന്ന ഒരു സമ്പ്രദായമായിരുന്നു അത്. പാപ്പിറസ് ഷീറ്റിൽ രാജ്യത്തിൻ്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഭരണാധികാരിയുടെ കൽപ്പനകൾ തുടങ്ങിയ അനവധി കാര്യങ്ങൾ 7 പേരടങ്ങുന്ന സംഘം എഴുതി വയ്ക്കും. നീളത്തിലുള്ള ഈ പാപ്പിറസ് ഷീറ്റിൽ ഒരു ഭാഗത്ത് 1-ാമത്തെ വ്യക്തി എഴുതും, അതിൻ്റെ മറു സൈഡിൽ 2-ാമത്തെ വ്യക്തി എഴുതും. ഇത് എഴുതിയതിന് ശേഷം എഴുതിയ അത്രയും മടക്കി നൂലുകൊണ്ട് 2 സൈഡും തുന്നിക്കെട്ടി അതിൻ്റെ 2 വശങ്ങളിലായി ഓരോ മുദ്ര വയ്ക്കും. വീണ്ടും 3-4 വ്യക്തികൾ എഴുതി അത്രയും ചുരുട്ടി തുന്നി കെട്ടി മുദ്ര വയ്ക്കും. പിന്നെയും 4-5 വ്യക്തികൾ എഴുതി ഇത് തന്നെ ആവർത്തിക്കും. ഒടുവിൽ 7-ാമത്തെ വ്യക്തിയും മുദ്ര വെച്ചതിന് ശേഷം ബാക്കി വരുന്ന പേപ്പറിൻ്റെ ഭാഗത്ത് ഇത് എഴുതിയവരുടെ പേരും അഡ്രസ്സും എഴുതി ചേർക്കും. അതിനുശേഷം നമ്മൾ ഈ 2-ാമത്തെ വാക്യത്തിലേക്ക്, അതായത് വെളിപ്പാട് പുസ്തകം 5:2 ഇങ്ങനെ എഴുതി വെച്ചവരുടെ അനുമതിയില്ലാതെ ഈ പുസ്തകം തുറക്കുവാനോ മുദ്ര പൊട്ടിപ്പാനോ പാടില്ല. ഈ എഴുതിയ ഒരാൾ മരണപ്പെട്ടു പോയാൽ അവരുടെ പ്രതിനിധികൾ വരണം പുസ്തകം തുറപ്പാൻ. 2-ാം വാക്യത്തിൽ പറയുകയാണ് പുസ്തകം തുറപ്പാനും മുദ്ര പൊട്ടിപ്പാനും എന്ന്. ലോകത്തിലുള്ള എല്ലാ പുസ്തകങ്ങളും മുദ്ര പൊട്ടിച്ചതിന് ശേഷമാണ് തുറക്കുന്നത്. എന്നാൽ ഇവിടെ പുസ്തകം തുറന്നതിന് ശേഷമാണ് മുദ്ര പൊട്ടിക്കുന്നത്. ഇതിൻ്റെ കാരണം എന്താണെന്ന് ഉള്ളതാണ് മുകളിൽ ഞാൻ ആദ്യമേ പ്രസ്താവിച്ചത്. ആദ്യം തുറന്ന് എഴുതിയ ആളുടെ പേര് മനസ്സിലാക്കി മുദ്ര പൊട്ടിച്ച് ആ ഭാഗം വായിക്കുന്നു. അടുത്ത ഭാഗം വായിക്കണമെങ്കിൽ അടുത്ത മുദ്ര പൊട്ടിക്കണം. ഇങ്ങനെ മുഴുവനും വായിക്കണമെങ്കിൽ മുഴുവൻ മുദ്രയും പൊട്ടിക്കണം. മുദ്രയിടപ്പെട്ട ചുരുളിനെ പറ്റി ദാനിയേലിൻ്റെ പുസ്തകത്തിൽ 2 പരാമർശങ്ങളുണ്ട്. ദാനിയേൽ 8:26, 12:4-9 വാക്യങ്ങൾ. യുഗാന്ത്യത്തെ കുറിക്കുന്ന രഹസ്യങ്ങളാണ് അതിലുള്ളത്. അതിപ്പോൾ ദാനിയേലിൻ്റെ കാലഘട്ടത്തിൽ വെളിപ്പെടുത്തുവാൻ സാധിക്കത്തില്ല. അതിനു വേണ്ടിയിട്ടാണ് ഗ്രന്ഥത്തിൽ മുദ്ര വയ്ക്കുവാൻ ആവശ്യപ്പെടുന്നത്. ഇവിടെ നമ്മൾ വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ തുടർന്ന് കാണുന്നത് ശക്തനായൊരു ദൂതനെ കാണുന്നു. ഈ ദൂതനെ വെളിപ്പാട് പുസ്തകം 10:1-ലും 18:1-2-ലും നമുക്ക് കാണാം. ശക്തനായ ദൂതൻ ശക്തിയാർന്ന വെല്ലുവിളി കരുത്തുറ്റ ദൂതനിൽ നിന്ന് പുറപ്പെടുന്നു. യോഗ്യനാരുള്ളൂ പുസ്തകം തുറപ്പാനും അതിൻ്റെ മുദ്ര പൊട്ടിപ്പാനും യോഗ്യനാരുള്ളൂ എന്നാണ് ദൂതൻ്റെ ചോദ്യം. ഈ ചോദ്യം പഴയ നിയമത്തിൽ യെശയ്യാവിനോട് യഹോവ ചോദിച്ചതിനോട് സാമ്യമുണ്ട്. യെശയ്യാവ് 6:8 അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു, ആർ നമുക്ക് വേണ്ടി പോകും. ദൈവത്തിന് വേണ്ടി പോകുവാൻ യെശയ്യാവ് തയ്യാറായി. എന്നാൽ ഇവിടെ പ്രതികരണം മറിച്ചാണ്. കാരണം ദൈവവചനം പ്രഘോഷിക്കുന്ന ഒരു പ്രവാചകനെയല്ല ആവശ്യം, രക്ഷ പൂർത്തീകരിച്ച ഒരു രക്ഷിതാവിനെയാണ് ആവശ്യം. തുടർന്ന് വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം 3-ാമത്തെ വാക്യം നാളെ നമുക്ക് പഠനത്തിന് വിധേയമാക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. താങ്ക് യു.